ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിപിൻ ഇങ്ങനെ ലോഡ്ജ് ബുക്ക് ചെയ്യാണ് കേട്ടോ. ഇതേ സമയം അബി ആണെങ്കിൽ തൻ്റെ കണക്ക് കൂട്ടലുകൾ എങ്ങനെ കൃത്യമായി ചെയ്യണം എന്നുള്ള ആ ഒരു പ്ലാനോട് കൂടിയാണ് കേട്ടോ. മറ്റവനും അതേ ആഗ്രഹമുണ്ട്. എന്നാൽ മഹിമയാണെങ്കിൽ ഈശ്വര നാളത്തോടു കൂടി എൻ്റെ പ്രശ്നം തീർക്കണം, അതല്ലെങ്കിൽ എൻ്റെ ചേച്ചിയോടോ വക്കീലിനോടോ പറയണമെന്ന് മനസ്സിൽ പറയുകയല്ലാതെ ഇങ്ങനെ മഹിമയ്ക്ക് പറയാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി മഹിമ പതിവ് പോലെ കോളേജിലേക്കെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങണം കേട്ടോ. ഇതേ സമയം അബി വിളിച്ച ആ സ്ഥലത്തോട്ട് മഹിമ ചെല്ലാണ്. അപ്പോൾ ഒരു റോഡ് സൈഡ് ആയിരിക്കും. അങ്ങനെ മഹിമ ചോദിക്കാണ്, എന്തിനാ നീ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അബി പറയണേ, അതെ, നീ എൻ്റെ കൂടെ ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വരണം. അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ, നീ പറഞ്ഞ സ്ഥലത്തോട്ടല്ലേ ഇപ്പോൾ ഞാൻ വന്നത്. നീ എന്നെ ചൂഷണം ചെയ്യുന്നതിന് ഒരുപാട് അതിര് കടന്നിരിക്കുന്നു. ഇനി എനിക്കിത് ക്ഷമിക്കാൻ കഴിയില്ല. അത് കേട്ട ഉടൻ തന്നെ അതിനെ നിൻ്റെ ക്ഷമ ആർക്ക് വേണമെന്ന് പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ, നീ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ. അതിര് കടന്നു, ഇതിലും നല്ലത് എൻ്റെ മാനം പോവാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നീ എന്തെങ്കിലും അങ്ങ് ചെയ്തൂടെ എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന അഭിയൊന്നും ഞെട്ടിപ്പോവാണ്. ഈശ്വര, ഇല്ലാത്ത വീഡിയോയുടെ പേരിലാണ് താൻ ഇവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതെന്ന സത്യം അവിടെ മനസ്സിലാക്കാൻ കേട്ടോ. ഉടൻ തന്നെ ഇവളെന്താ ഇങ്ങനെ പറയുന്നത് എന്ന ഭാവത്തിൽ അബി ഒന്ന് ഷോക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പിന്നീട് അബി പറയണേ, അതെ, ഞാൻ നിന്നോട് പറഞ്ഞു, നിൻ്റെ വീഡിയോ എന്നേക്കുമായി ഞാൻ നിൻ്റെ കയ്യിലങ്ങ് തന്ന് നീ അത് നശിപ്പിക്കുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ട ഉടനെ ഇത് കേൾക്കൽ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി നീ അത് പറയുന്നു. പക്ഷേ നീ എന്നെ ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്. അതിന് എനിക്ക് നിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചിന്തിച്ചോ, എനിക്ക് ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് മഹിമ അവിടെ നിന്നും പോകുമ്പോൾ തൻ്റെ കയ്യിലുള്ള ആ ഒരു മയക്കുന്ന ആ സ്പ്രേ ഉണ്ടല്ലോ, അത് മഹിമയുടെ മുഖത്തോട്ട് വെക്കാനിട്ട് തൻ്റെ കൈവിട്ട് മഹിമ പോവുകയാണെന്ന് മനസ്സിലാക്കി അബി ആദ്യം തന്നെ അത് മുൻകരുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടെ വണ്ടിയുമായി വിപിൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ വിപിനാണെങ്കിൽ അതിലേറെ ആർത്തിയാണ്, അബിയേക്കാൾ ആർത്തിയാണ് വിപിന്. അങ്ങനെ ഈ സമയം ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു വണ്ടിയിലോട്ട് മഹിമയെ കൊണ്ടുപോവാണ്. അപ്പോഴും ലോഡ്ജിലുള്ള ആൾക്കാരെല്ലാം സഹകരിക്കുകയാണ്. അങ്ങനെ അതിനായിട്ട് നടത്തുന്ന ഒരു ലോഡ്ജ് ആയതുകൊണ്ട് തന്നെ അവർ റൂമും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണ് കേട്ടോ. പിന്നീട് അബിയും വിപിനും മഹിമയെ ബെഡിലോട്ട് കിടത്താണ്. പിന്നീട് മഹിമയെ തൊടുമ്പോൾ അബിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം എടാ, എന്നാൽ ഞാനാവട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതെ, നീ മഹിമയെ ഒരിക്കലും തൊടാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഇവൾ എനിക്കുള്ളതാണ്, ഇവൾ എനിക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് നീ പുറത്ത് പോയി കാവൽ നിന്നാൽ മതി, നിന്നെ ഞാൻ തൊടാൻ സമ്മതിക്കില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ബിബിൻ പറയണേ, അടാ, നീ വീഡിയോ ഇങ്ങനെ തന്നെയാണ് ചെയ്തത്, ഞങ്ങൾക്ക് മുന്നിൽ ആ വീഡിയോ ഒന്നും കാണിച്ചു തന്നില്ല. എന്നാൽ ഇതിനെല്ലാം ഒത്താശ ചെയ്തു തന്നത് ഞാനാണ്. പക്ഷേ എനിക്ക് മുന്നിൽ നീ വീഡിയോ കാണിച്ചു തരുന്നതും ചെയ്തില്ല എന്ന് പറയുമ്പോൾ, അതെ, മഹിമയുടെ ഈ സ്വകാര്യത അത് എനിക്ക് മാത്രമുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് കാണിച്ചു തരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് എൻ്റെ സ്വഭാവം നിനക്കറിയാലോ, മര്യാദ പുറത്ത് പോയെന്ന് പറയണ്ട. എന്നാൽ ഈ സമയം ഇത് വിപിൻ അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടില്ല കേട്ടോ. വിപിൻ ഇങ്ങനെ ദേഷ്യം പിടിക്കണേ. അങ്ങനെ വിപിൻ പുറത്തോട്ട് വരുമ്പോൾ ലോഡ്ജിലെ മാനേജർ ചോദിക്കണേ, എന്താടാ നീ പുറത്ത് വന്നത്? അതെ, അവൻ എന്നെ ഏഴ് അലകത്ത് പോലും അടുപ്പിക്കുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അവൻ്റെ സ്വഭാവത്തിൽ എനിക്ക് ആദ്യം മുതലേ പന്തികേട് തോന്നിയതാണ്. അതുകൊണ്ട് തന്നെ അവനെ വിശ്വസിക്കാൻ കഴിയില്ല. അവനൊരു കള്ളം കൂട്ടമാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ അബി ഇങ്ങനെ നിൽക്കണം കേട്ടോ. വിപിൻ ഇങ്ങനെ നിൽക്കുകയാണ്. എടാ, ഞാനൊരു കാര്യം പറയാം, നീ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും ഫ്രോഡാണ് അവൻ. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്താ നീ പറഞ്ഞു വരുന്നത് എന്നുള്ള ചോദ്യമായി. അപ്പോൾ പറയണേ, നീ ഇവനെ വിശ്വസിച്ചിട്ട് നീ നിൽക്കണ്ട. നിനക്ക് എന്തായാലും ആ പെണ്ണിനെ അവൻ തൊടാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ വെച്ച ഈ ഒരു ഇതുണ്ടല്ലോ, അത് കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ ബോധം അങ്ങ് തെളിയും. നീ വിചാരിക്കുന്നത് പോലെ നിനക്ക് അവളെ കിട്ടത്തൊന്നുമില്ല. അവനതിനെ സമ്മതിക്കില്ല. ലാസ്റ്റ് എല്ലാ കുറ്റവും നിൻ്റെ തലയിലാവും എന്ന് പറയട്ടോ. ഇതേ സമയം ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് ഇങ്ങനെ വിപിന് തോന്നുകയാണ്. അങ്ങനെ വിപിന് ഈ ഒരു ലോഡ്ജിൻ്റെ റോഡ് സൈഡിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം അബി ആണെങ്കിലോ മഹിമയെ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട്, ഹെടി, ഞാൻ നിന്നോട് നല്ല രീതിയിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു, വിവാഹം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ അമ്മയെ ഞാൻ വിളിച്ചു വരുത്തി നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ നീ ആണെങ്കിൽ ആ കേസിലെ വക്കീലിനെ മാത്രമാണ് നിനക്ക് ഇഷ്ടം, അവന് വേണ്ടി മാത്രമാണ് നീ ജീവിച്ചത്. പല തവണ നീ എൻ്റെ മുഖത്തടിച്ചിട്ടും അത് ഞാൻ വകവെക്കാതെ നിനക്ക് മുന്നിൽ വീണ്ടും വീണ്ടും ഞാൻ കീഴടങ്ങിക്കൊണ്ട് ഇരുന്നിരുന്നത് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ്. അത് നീ ചിന്തിക്കണം എന്നുള്ള ആ വാക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉടൻ
തന്നെ മഹിമ ഇതൊക്കെ ഇങ്ങനെ പറയാൻ മഹിമ ഇതൊക്കെ കേൾക്കാതെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അബിക്ക് ഇങ്ങനെ പ്രതികാരം വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാനുള്ള പ്രതികാരം തോന്നണം. അപ്പോൾ അബിയാണെങ്കിലോ മഹിമയ്ക്ക് താൻ കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ ഈ ഒരു ബോധം കെടുത്തിയത് എന്നുള്ളത് അബി ശ്രദ്ധിക്കുന്നില്ല. അബിയുടെ മനസ്സിലെ വൈരാഗ്യം മുഴുവൻ മഹിമയോട് പറഞ്ഞു തീർക്കണം. നീ എന്നെക്കുറിച്ച് എന്താടി വിചാരിച്ചിരിക്കുന്നത്? ഞാൻ അത്ര കഴിവ് കെട്ടവനൊന്നുമല്ല. എന്തായാലും നിനക്ക് എന്നും മനസ്സിൽ നിന്ന് മായ്ക്കാത്ത ആ ഒരു ഓർമ്മയാണ് നിൻ്റെ മുന്നിൽ ഞാൻ തരാൻ പോകുന്നത്. എന്തായാലും ഇതൊരിക്കലും നിൻ്റെ മനസ്സിൽ നിന്ന് മായില്ല ഈ ഒരു ഓർമ്മ. അത് നീ എന്തായാലും ചിന്തിക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം മഹിമ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് പറയണേ, നീ മുകുന്ദനുമായി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോലും നിനക്ക് കഴിയില്ല. അതിന് മുന്നേ ആദ്യ രാത്രി എനിക്ക് മുന്നിൽ നീ കഴിയുന്നു. അതുകൊണ്ട് തന്നെ നിൻ്റെ ഫസ്റ്റ് നൈറ്റും എല്ലാ നൈറ്റും ഇന്നത്തോടു കൂടി കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അബി മഹിമയുടെ അടുത്തോട്ട് തൻ്റെ ഷർട്ടൊക്കെ ഊരി മഹിമയുടെ അടുത്തോട്ട് ഇങ്ങോട്ട് എത്തുന്നതിനോടുകൂടി മഹിമ കണ്ണു തുറക്കുകയാണ്. പിന്നീട് മഹിമ അബി ഒരൊറ്റ ചവിട്ടങ്ങ് ചവിട്ടാണ്. അതോടുകൂടി അബി ഒരു മുക്കിൽ പോയി ചെന്ന് കിടക്കുകയാണ്. എന്നാൽ മഹിമയാണെങ്കിൽ പിന്നീട് അവിടുന്ന് ഓട്ടം ഓടേണ്ടിട്ട് തനിക്ക് സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ ആ ഒരു ദുരന്തമാണ് തനിക്ക് മുന്നിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹിമ പിന്നീട് കരഞ്ഞും കൊണ്ട് ഓടിപ്പോവാണ് കേട്ടോ. അങ്ങനെ ഈ സമയം അപ്പോഴേക്കും വിപിന് പുറത്തുണ്ടാവും. എന്താടാ ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അബി പറയാണ്, അതെ ഞാൻ അവളുടെ മുഖത്ത് നോക്കി കുറച്ച് സംസാരിക്കാൻ നിന്നു. അവൾക്ക് മുന്നിൽ ഒന്നും ഉണ്ടായില്ല, പക്ഷെ അവളെ എനിക്ക് തൊടാൻ പോലും കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ വിപിൻ പറയണത് ഇതിന് എനിക്ക് കിട്ടേണ്ടത് തന്നെയാണ്. നീ എന്നോട് ചെയ്തതിലുള്ള ശിക്ഷയാണ്. ഞാൻ അവളെ ഇത്രയും കഷ്ടപ്പെട്ട് നിനക്ക് മുന്നിൽ എത്തിച്ചു തന്നിട്ടും ആ വീഡിയോ എടുക്കാനും ഞാൻ നിനക്ക് വഴികൾ ഒരുക്കി തന്നിട്ടും നീ എന്നെ ഒന്ന് ഓർക്കുക പോലും ചെയ്തില്ലല്ലോ. ഇതിന് നിനക്ക് ദൈവം തന്ന ശിക്ഷയാടാ എന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ വിപിൻ ഇത് പറയുമ്പോൾ അബി ചൂടാവണം, നീ എന്താടാ എന്നെ കുറ്റപ്പെടുത്തുക? അവൾ ഏതുവരെ ഓടുന്നു നോക്കട്ടെ, ഞാൻ അവൾക്ക് ഇനിയും ശിക്ഷ കൊടുക്കും, ഇനി അവളെ ബോധത്തോടു കൂടി തന്നെ ഞാൻ അവളെ കീഴ്പ്പെടുത്തുമെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ. പിന്നീട് മഹിമ കരഞ്ഞും കൊണ്ട് ഇങ്ങനെ ഭാനുമ്മയുടെ വീട്ടിലോട്ട് ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ ഈ സമയം സ്വപ്ന അവിടെ നിൽക്കുന്നുണ്ട്. മഹിമയുടെ കരച്ചിൽ കാണുമ്പോൾ എന്താ ഇവളുടെ ഓട്ടത്തിലൊരു പന്തികേട്, എന്താ ഇവൾക്ക് പറ്റിയത്, എന്താ ഇവൾ ഇത്ര വല്ലാതെ ധൃതി പിടിച്ച് ഓടുന്നത് എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം മഹിമ നേരെ അകത്തോട്ട് ചെല്ലുകയാണ്. പിന്നീട് മഹിമ താൻ കളങ്കപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി മഹിമ തന്നെ അബി എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്ന ഒരു തോന്നലൊക്കെ മഹിമക്കുള്ളിൽ വരികയാണ്. പിന്നീട് മുകുന്ദനുമായുള്ള ഒരു ജീവിതം തനിക്കൊരിക്കലും നടക്കില്ല, മുകുന്ദൻ ഒരു പാവമാണ്, ആ മനുഷ്യനെ താനായി പറ്റിക്കരുത് എന്നൊക്കെ ഒരു തോന്നൽ വരികയാണ്. പിന്നീട് മഹിമ അവിടെ നിന്നും ഓടുകയാണ് കേട്ടോ. അങ്ങനെ മഹിമ എൻ്റെ ബെഡ്റൂമിൽ വന്നതിന് ശേഷം തനിക്ക് തോന്നുകയാണ് തൻ്റെ ജീവിതം എന്നേക്കുമായി അങ്ങ് ഇല്ലാതാക്കിയേക്കാം, അതാണ് തനിക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് മഹിമ തൻ്റെ കൈ മുറിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് മഹിമ രക്തത്തിൽ വാർന്നു കിടക്കുന്ന മഹിമയെ കണ്ടിട്ടാണ് മഞ്ജു വരുന്നത്. പക്ഷേ ഈ ഒരു സത്യങ്ങൾ അറിയുമ്പോൾ ഇനിയാണ് വിപിനെ പിടിച്ച് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ വിപിന് ഇതിനിടയ്ക്ക് ഇനി മുകുന്ദനോടെല്ലാം തുറന്നു പറയാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റീമേക്കിൽ വന്നിട്ടുള്ളത്. ചെറിയ ചേഞ്ചസ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ എപ്പിസോഡിനായി കാത്തിരിക്കാം. അത് കഴിഞ്ഞാൽ മഹിമ നല്ല കണക്കിന് അബിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അബിയുടെ കാരണം നോക്കി തലങ്ങും വിലങ്ങും ഇട്ട് മഹിമ കൊടുക്കുന്ന കിടുക്കൻ സീനാണ് നമുക്ക് മുന്നിൽ ഇനി കാണാനിരിക്കുന്നത് കേട്ടോ.